നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര കർഷകരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. നാളികേര കർഷക കമ്പനി സമരം തുടങ്ങുന്നു. ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന നഴ്സിംഗ് ക്യാമ്പിന് ഉദുമ സീമെറ്റ് നഴ്സിംഗ് കോളേജിൽ തുടക്കമായി. കാഞ്ഞങ്ങാട് JCSന്റെ നേതൃത്വത്തിൽ മൾട്ടി ചാപ്റ്റർ യോഗം കാഞ്ഞങ്ങാട് നടന്നു. ആദിവാസി കർഷക കൂട്ടായ്മയിൽ ശാസ്താംപാറയിൽ പുനംകൃഷി ഇറക്കി. വിത്തിടൽ നാടിന് ഉത്സവമായി. ഔഷധങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർ ധർണാ സമരം നടത്തി. ജൈവ വൈവിധ്യങ്ങൾ കൈയടക്കാനുള്ള കുത്തകകളുടെ നീക്കത്തിനെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി PK കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. നാളികേര കർഷകരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. നാളികേര കർഷക കമ്പനി കളക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം നടത്തും. നാളികേര കർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയിലും വാഗ്ദാന ലംഘനത്തിലും പ്രതിഷേധിച്ച് നാളികേര കർഷക കമ്പനി കാസർഗോഡ് കളക്ടറേറ്റിനു മുമ്പിൽ ധർണ നടത്തും. നാളികേര ഉൽപാദക കമ്പനിയുടെ നേതൃത്വത്തിൽ 11-ന് നടക്കുന്ന ധർണ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. 2014-15 വർഷത്തെ ബജറ്റിൽ അനുവദിച്ച 30 കോടി രൂപ നാളികേര വികസന ബോർഡിനു കീഴിൽ രൂപീകരിച്ച പ്രൊഡ്യൂസർ കമ്പനികൾക്ക് നൽകുക. നീര ലൈസൻസിന് അപേക്ഷിച്ച മുഴുവൻ ഫെഡറേഷനുകൾക്കും നീര ലൈസൻസ് നൽകുക. പച്ചത്തേങ്ങ കൊപ്ര സംഭരണത്തിന് ഫെഡറേഷനുകൾക്കും കമ്പനികൾക്കും റിവോൾവിംഗ് ഫണ്ടുകൾ അനുവദിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ ബഡ്ജറ്റിൽ നീരയ്ക്കും നീര ഉൽപാദനത്തിനും അതിന്റെ ട്രെയിനിങ്ങിനും എല്ലാം വേണ്ടിയിട്ട് 30 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിലും അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് ഞങ്ങൾ തന്ന ഇതിൽ പറയുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉണ്ടാകുന്നതും ഭാവിയിൽ വരുമാനം ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ് നീര ഉൽപാദനം. ആ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച പൈസ, അത് ഒരു പൈസ പോലും ലാപ്സ് ആകാതെ ഈ പറയുന്ന നാളികേര ഉൽപാദക കമ്പനികൾക്ക് തന്ന് നമ്മളെ സഹായിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ MP ബേബി, മൈക്കിൾ തെങ്ങുംപള്ളി, MK ഹരിപ്രസാദ്, ബാബുരാജ് മണിയൂർ, ജോസ് മണിയങ്ങാട് എന്നിവർ സംബന്ധിച്ചു. ജൈവ വൈവിധ്യങ്ങൾ കൈയടക്കാനുള്ള കുത്തകകളുടെ നീക്കത്തിനെതിരെ സർക്കാർ തലത്തിൽ ചെറുത്തുനിൽപ്പ് വേണമെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി PK കൃഷ്ണദാസ്. തലയെടുക്കത്ത് നടന്ന ഖനന വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും നാടിന്റെ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കടുത്ത ആഘാതമേൽപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റു പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് വികസനം? വികസനം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനം കൊണ്ട് എന്ത് വികസനമാണ് നാട്ടിലുണ്ടാകാൻ വേണ്ടി പോകുന്നത്? വികസനവും ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിന് തുടക്കമായി. ആയമ്പാറയിലെ ഉദുമ സീമെറ്റ് നഴ്സിംഗ് കോളേജിലാണ് സംസ്ഥാന ക്യാമ്പ് നടക്കുന്നത്. ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ 2 ദിനങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന് സംസ്ഥാനത്തിനകത്തെ വിവിധ നഴ്സിംഗ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. നഴ്സിംഗ് മേഖലയിലെ സാധ്യതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ നടന്നു. തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആഭിമുഖ്യത്തിലുള്ള നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഈ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ലയിൽ
ഈ കോളേജിൽ വന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾക്ക് ഈ നാടിൻ്റെ ചുറ്റുവട്ടമൊക്കെ തന്നെ എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. കാസർഗോഡിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയാണ്. വളരെ അവികസിതമായിട്ടുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്. അത് ഈ കോളേജിലെത്തുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുക എന്നാണ് ഞാൻ കരുതുന്നത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് മുഖ്യാതിഥിയായിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ നിർവാഹക സമിതി അംഗം അഞ്ജു കെ തോമസ് അധ്യക്ഷത വഹിച്ചു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ജോസഫൈൻ ജാക്ലിൻ മേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി ഡോക്ടർ ഷാനു ഹസൻ സ്വാഗതവും ബി വൈശാഖ് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ജെസിസിന്റെ മൾട്ടി ചാപ്റ്റർ യോഗം നടന്നു. ഇന്ത്യൻ ജെസിസിന്റെ പ്രസിഡന്റ് ജി സുബ്രഹ്മണ്യം യോഗത്തിൽ പങ്കെടുത്തു. I remember an incident which took place in the history. The youngest president of America, John F. Kennedy, who got elected as the president of America for the first time, was addressing a press and media. While addressing the press and media, a question came from the media. A person asked, Mr. Kennedy, what is the feel of becoming the president for the first time? Kennedy told, I am a president for the second time. They were all shocked. They asked, what do you mean, Mr. Kennedy? He told, I enjoyed the leadership. I enjoyed the presidentship as a chapter president of JCI before becoming the president of America. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന ജെസിസ് മൾട്ടി ചാപ്റ്റർ യോഗത്തിൽ ജില്ലയിലെ 16ഓളം ചാപ്റ്ററുകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ജെസിസ് പ്രസിഡന്റ് സി കെ ആസിഫ് അധ്യക്ഷത വഹിച്ചു. സോൺ പ്രസിഡന്റ് കെ കെ സതീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ദിലീപ് ടി ജോസഫ്, മുഹമ്മദ് തൊയ്ബ്, ജെസി സെക്രട്ടറി പ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഔഷധങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് സായാഹ്ന ധർണ. കേരള മെഡിക്കൽ സെയിൽസ് ആൻഡ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടന്നത്. നീലേശ്വരം നഗരസഭാധ്യക്ഷ വി ഗൗരി ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ ബാധിച്ച ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അവർ വാങ്ങിച്ച മരുന്നിനപ്പുറത്ത് ഈ വർഷമാകുമ്പോഴത്തേക്കും ആ മരുന്നിന്റെ വില എന്താണ് എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന് മാത്രമേ അതിന്റെ യഥാർത്ഥ വില എന്താണെന്ന് അറിയാൻ വേണ്ടി കഴിയൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ തരത്തിലും മുതലാളിമാരെയും അതോടൊപ്പം തന്നെ പണക്കാരനെയും സംരക്ഷിക്കുകയും യാതൊരു തരത്തിലും സാധാരണ ആദിവാസി കർഷകരുടെ കൂട്ടായ്മയിൽ ശാസ്താംപാറയിൽ പുനംകൃഷി ഇറക്കി. മൂപ്പിൽ സംഘമിത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പുനംകൃഷി ഇറക്കിയത്. വർഷങ്ങൾക്ക് മുൻപ് മലയോരത്ത് നെൽകൃഷിയിൽ നിലനിന്നിരുന്ന പുനംകൃഷിയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമാണ് സംഘമിത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ശാസ്താംപാറ മൂപ്പിലെ ഒരേക്കർ കുന്നിൻ പ്രദേശത്താണ് നെൽകൃഷി ഇറക്കിയത്. ആദിവാസി കർഷകരുടെ നേതൃത്വത്തിൽ നാടൻ വിത്തിനുമായ ഉണ്ടക്കൈമയാണ് വിതച്ചത്. 13 പേർ ഒന്നുചേർന്നാണ് നെൽകൃഷി ഇറക്കിയത്. കോടമ്പേളൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ വിഷ്ണു, കൃഷി അസിസ്റ്റന്റ് ഉഷാകുമാരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി, എ മാരി, സി മധു, രവീന്ദ്രൻ, എ കണ്ണൻ, കെ കണ്ണൻ, UK കൃഷ്ണൻ, സുധീഷ്, AV നാരായണൻ, കെ ബാബു, മുത്തുകൃഷ്ണൻ തുടങ്ങിയവർ വിത്തിടലിന് നേതൃത്വം നൽകി. ആധാർ കാർഡിനെ ഇലക്ഷൻ ID കാർഡുമായി ബന്ധിപ്പിക്കുന്ന നടപടി മഞ്ചേശ്വരത്ത് ഇഴയുന്നതായി ആരോപണം. ജീവനക്കാരുടെ അനാസ്ഥയെ തുടർന്നാണ് നടപടിക്രമങ്ങൾ വൈകുന്നതെന്നാണ് പരാതി. ആധാർ കാർഡിനെയും ഇലക്ഷൻ ID കാർഡിനെയും ബന്ധിപ്പിക്കുന്ന നടപടിക്രമങ്ങളിൽ അംഗൻവാടി ജീവനക്കാർ അനാസ്ഥ കാണിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആധാർ ഇലക്ഷൻ ID കാർഡുകൾ ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മഞ്ചേശ്വരത്ത് സമയബന്ധിതമായി നടക്കുന്നില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള വാർഡുകളിൽ പ്രസ്തുത പദ്ധതി നടത്തിപ്പിന് അംഗൻവാടി ജീവനക്കാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വീടുകളിലും അനുബന്ധ ഫോമുകളും മറ്റും എത്തിച്ച് പദ്ധതിയെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കണമെന്നും കൂടാതെ സർവേ നടത്തണമെന്നും നിബന്ധനയുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞെത്തുന്നവർക്ക് മാത്രമാണ് പദ്ധതി ചുമതലയുള്ള അംഗൻവാടി ജീവനക്കാർ ഫോമുകൾ നൽകുന്നത്. കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നും ആരോപണമുണ്ട്. ചില ജീവനക്കാർ തങ്ങളുടെ വിലാസം നൽകി ഫോമിന് വേണ്ടി വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറയുന്നതായും പരാതിയുണ്ട്. സംഭവത്തിൽ പൊതുജനങ്ങളെ വലയ്ക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നതെന്നും ഇത് അവസാനിപ്പിക്കണമെന്നുമാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. കുഞ്ഞത്തൂർ ഭാഗത്തും തോട്ടഭാഗത്തും ഉള്ള അംഗനവാടി തീർച്ചയാണ് വീടുകളിൽ പോവാതെ അവിടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് അവിടെ പോയ ആളുകൾക്ക് മാത്രം ഇത് ചെയ്യുന്ന അവസ്ഥയാണ്
ഇതിനായി ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതുമായി സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ വീട്ടിലേക്ക് വരാനുള്ള അംഗനവാടി ടീച്ചർമാർ വരാത്തതുകൊണ്ട് അംഗനവാടി ടീച്ചർമാർ അവിടേക്ക് പോകേണ്ട അവസ്ഥയാണുള്ളത്. സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് ഫോറം സമർപ്പിക്കേണ്ട തീയതി 4 നിന്നും 15 മാറ്റിയിരിക്കുകയാണ്. പോളിയോ തുള്ളിമരുന്ന് വിതരണം, ഗ്രാമസഭാ അറിയിപ്പുകൾ, മറ്റ് അവശ്യ സേവനങ്ങൾ എന്നിവയിലും അംഗൻവാടി ജീവനക്കാർ അനാസ്ഥ കാണിക്കുന്നതായും ആരോപണമുണ്ട്. സംഭവം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തത് ജഹാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലായൊന്നും അറിയില്ലെന്നും ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പൂച്ചക്കാട് മേഖല മുസ്ലിം ലീഗ് സമ്മേളനത്തിന് സമാപനം. വിളംബര ജാഥ നടന്നു. പൂച്ചക്കാട് മേഖല മുസ്ലിം ലീഗ് സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടത്തി. ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. വിളംബര ജാഥയ്ക്ക് മാഹിൻ പൂച്ചക്കാട്, AM അബ്ദുൽ ഖാദർ, സിദ്ദിഖ് പള്ളിപ്പുഴ, ഹനീഫ കുന്നിൽ, ബഷീർ പൂച്ചക്കാട്, മജീദ് പോളു, റസാഖ് ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളങ്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവാദരം ശ്രദ്ധേയമായി. തളങ്കര മുസ്ലിം ഹൈസ്കൂളിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം, SSLC പരീക്ഷയിൽ വിജയം ചൂടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, വിദ്യാഭ്യാസ സെമിനാർ, ഗുരുവാദരം, സമാപന ചടങ്ങ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രീതിയിലായിരുന്നു പരിപാടി ഒരുക്കിയത്. ശനിയാഴ്ച നടന്ന ഗുരുവാദരം പരിപാടി NA നിലയ്ക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രി CT അഹമ്മദ് അലി മുഖ്യ അതിഥിയായിരുന്നു. TA ഖാലിദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TA ഷാഫി, ഖാദർ തിരുവത്ത്, ഡോക്ടർ NA മുഹമ്മദ്, ഡോക്ടർ TP അഹമ്മദ് അലി, മുഖ്രി സുലൈമാൻ ഹാജി, കോപ്പൽ അബ്ദുള്ള, P ഇസ്മായിൽ, അസീസ് കടപ്പുറം, TK മുസ, സീലാമി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനവും NA നിലയ്ക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ചെറുവത്തൂർ കമ്പിക്കാത്ത് മാടം ഇരുവരും മൂവരും കുന്നിന് താഴെ ലോഗർ സംഘത്തിൽ വൈരജാതൻ തിറ ഉറഞ്ഞാടി. തിറ മഹോത്സവത്തിന്റെ സമാപന ദിവസം രൗദ്രഭാവത്തോടെ അരങ്ങിലെത്തിയ വൈരജാതനെ ദർശിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. വെള്ളിയാഴ്ച രാവിലെ വൈരജാതൻ തിറ ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തരെത്തി. രൗദ്രഭാവത്തിൽ തെയ്യം ഉറഞ്ഞാടി. വെള്ളാട്ടത്തിൻ്റെതുപോലെ പരിച കൊണ്ടുള്ള തട്ടും ചലനങ്ങളും തിറയ്ക്കുമുണ്ട്. ഉത്തര കേരളത്തിൽ അപൂർവമായി മാത്രം കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് വൈരജാതൻ. ദക്ഷയാഗ കഥയിലെ വീരഭദ്രൻ തന്നെയാണ് വൈരജാതനായും അറിയപ്പെടുന്നത്. സതീദേവിയെ പിതാവായ ദക്ഷൻ യാഗശാലയിൽ നിന്നും മാറ്റി പുറത്താക്കുകയുണ്ടായി. അപമാനം സഹിക്കാനാകാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടി മരിച്ചു. വിവരമറിഞ്ഞ ശിവൻ കോപം കൊണ്ട് ജ്വലിച്ചു. അപ്പോൾ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ഒരു ഉഗ്രമൂർത്തി ഉറഞ്ഞു ചാടി ദക്ഷനെയും കൂട്ടരെയും വകവരുത്തി. ആ ഉഗ്രമൂർത്തിയാണ് വൈരജാതൻ എന്നാണ് വിശ്വാസം. നോക്കിക്കോ
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാളികേര കർഷകരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. നാളികേര കർഷക കമ്പനി സമരം തുടങ്ങുന്നു. ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന നഴ്സിംഗ് ക്യാമ്പിന് ഉദുമ സീമെറ്റ് നഴ്സിംഗ് കോളേജിൽ തുടക്കമായി. കാഞ്ഞങ്ങാട് JCSന്റെ നേതൃത്വത്തിൽ മൾട്ടി ചാപ്റ്റർ യോഗം കാഞ്ഞങ്ങാട് നടന്നു. ആദിവാസി കർഷക കൂട്ടായ്മയിൽ ശാസ്താംപാറയിൽ പുനംകൃഷി ഇറക്കി. വിത്തിടൽ നാടിന് ഉത്സവമായി. ഔഷധങ്ങളുടെ അനിയന്ത്രിത വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർ ധർണാ സമരം നടത്തി. ജൈവ വൈവിധ്യങ്ങൾ കൈയടക്കാനുള്ള കുത്തകകളുടെ നീക്കത്തിനെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി PK കൃഷ്ണദാസ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.